ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. അപ്പോൾ ഇന്ന് ട്രാൻസ്പ്ലാന്റേഷൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നൊക്കെ അപ്പോൾ ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് 8.5 മാസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പണ്ട് നമ്മൾ പള്ളിമുക്ക് പാടം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയാണ്. ഇപ്പോൾ അവിടെ കൊച്ചിലൊക്കെ കഴിഞ്ഞ് നമ്മളെ ബാക്കിൽ നിൽക്കുന്നുണ്ട്, ഫുള്ള് നിരന്നിട്ടോ. അപ്പോൾ അതേപോലെ ആ ടൈമിൽ ഞാൻ മുടിയാട്ടതിന് അതൊക്കെ നല്ല വിളവ് കിട്ടി. അതേപോലെ തന്നെ എനിക്കും നല്ല റിസൾട്ട് കിട്ടീന്. 8.5 മാസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മുടിയായിട്ടോ. വാർന്ന് ചീക്കൊക്കെ പുറത്ത് പോകാൻ പറ്റുന്നൊരു സ്റ്റെപ്പിലാണ് അയക്കണേ. പിന്നെ ഈ ടൈമിലിപ്പോൾ എനിക്ക് ഉണ്ടായ കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ താരനുണ്ടായിന്. താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ മാറിയിരിക്കണ്. ഇപ്പോൾ ഞാൻ 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് താരനുള്ള ഷാമ്പു ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഷാമ്പുവാണ് ഞാൻ ഉപയോഗിക്കണത്. അതെനിക്ക് HNS കോയമ്പത്തൂരിൽ നിന്ന് അവർ തന്നതാണ്. അന്നൊരു കിറ്റ് ഉണ്ടല്ലോ, നമ്മളെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ നമുക്ക് മരുന്നിൻ്റെ ഒരു കിറ്റ് വരും, 3000 രൂപ കൊടുക്കണം ആ കിറ്റിന്. അതിൽ ഉൾപ്പെട്ടിനാണ്. പിന്നെ അതിൽ മിനോക്സിഡിൽ സലൈൻ വാട്ടറൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഞാൻ ഇനി ബാക്കിയുള്ള സാധനം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് മിനോക്സിഡിലാണ്. എന്നോട് കുറേ പേര് ഇതിൻ്റെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ റിസൾട്ട് കണ്ടിട്ടാണോ അറിയില്ല, മിനോക്സിഡിൽ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ ഞാൻ മിനോക്സിഡിൽ യൂസ് ചെയ്തിട്ടില്ല. മിനോക്സിഡിൻ്റെ ബോക്സ് ഞാൻ കാണിച്ചു തരാം. ഞാൻ പോയിലെക്സിൽ ഇട്ടിക്കാണ് അത് വിൽക്കാൻ. അപ്പോൾ ഞാൻ ആർക്കെങ്കിലും ആണെങ്കിൽ എടുത്തോളൂ. ഞാൻ മിനോക്സിൽ ഉപയോഗിക്കാൻ കരുതുന്നില്ല. കാരണം എന്താ വെച്ചാൽ മിനോക്സിൽ ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് വരുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്, ഡോക്ടേഴ്സും പറഞ്ഞു. പക്ഷേ അതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ മിനോക്സിൽ നിർത്തി കഴിഞ്ഞാൽ നമ്മളെ മുടി കൊഴിയാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പോൾ മിനോക്സിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ രക്തയോട്ടമൊക്കെ കൂടുന്നതുകൊണ്ട് നല്ല മുടി വളർച്ച ഉണ്ടാവും. ഈ മിനോക്സിൽ നിർത്തി കഴിയുമ്പോൾ അവിടേക്കുള്ള ആ രക്തയോട്ടം കുറയുന്നതുകൊണ്ട് മുടി കൊയ്യുന്നതാണ്, അല്ലാതെ ഓവറായിട്ട് കൊട്ടില്ലെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. പക്ഷെ കുറേ ആൾക്കാർ റിസൾട്ടൊക്കെ കാണുമ്പോൾ എന്താ വെച്ചാൽ പലരും പറയുന്നത് മിനോക്സിൽ നിർത്തിയതിന് ശേഷം നമ്മളെ ബാക്കിയുള്ള മുടി കൂടി കൊഴിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാനത് തുടരണ്ടെന്ന് വിചാരിച്ച് പിന്നെ ആ ഒരു സാധനം ലൈഫ് ലോങ് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും കാലം നമുക്കിത് കെയർ ചെയ്ത് നടക്കാൻ കഴിയില്ല. അപ്പോൾ ഞാനത് തൊട്ടിട്ടില്ല. അതിനുള്ള റിസൾട്ട് മതി എന്നുള്ളതാണ്. നമുക്ക് ആളടിക്ക് ഇറങ്ങണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടേന്. അപ്പോൾ ഏതായാലും ഇതാണ് എൻ്റെ 8.5 മാസത്തെ റിസൾട്ട് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട് എയർലൈനൊക്കെ സെറ്റായി. ഇനിയുണ്ട് റിസൾട്ടിൻ്റെ ഫുള്ള് വരാൻ. 1 വർഷമാണ് എന്നോട് HNS എന്ന് പറഞ്ഞത് റിസൾട്ട് ഫുള്ളായിട്ട് വരാമെന്നാണ്. ഈ 6 മാസം മുതൽ 1 വർഷം വരെ റിസൾട്ടിൻ്റെ ടൈമാണ്. അപ്പോൾ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറ്റി മുടികൾ വരുന്നുണ്ടോ വെച്ചാൽ അതൊന്നും കാണാൻ കഴിയുന്നില്ല. ഒന്നത് തിക്കായതുകൊണ്ട് നമുക്ക് ശ്രദ്ധിച്ച് ഓരോരോ ഭാഗം നോക്കേണ്ടി വരും കുറ്റി എവിടെയിൽ വരുന്നുണ്ടോ. അപ്പോൾ ഫ്രണ്ട് ലൈനിലൊന്നും കുറ്റിയൊന്നും പുതിയത് കാണാനില്ല. ഇപ്പോൾ ഉള്ളതേ ഉള്ളൂ. ഇനി വരുമോ എന്നറിയില്ല, ഇനിയും സമയമുണ്ടല്ലോ. അപ്പോൾ അതുവരെ നോക്കാം. ഇപ്പോൾ ഫ്രണ്ട് എയർലൈനെ കാണിച്ചു തരാം. ഫ്രണ്ട് എയർലൈൻ കണ്ടില്ല, നേരെ നല്ല വൃത്തിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് നല്ല അടിപൊളി തിക്കായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയണം. ചീവയൊക്കെ വെച്ചാലൊന്നും ഉള്ളൊന്നും വല്ലാതെ കാണില്ല. ഇപ്പോൾ ഞാൻ വണ്ടിമ്മ പോവുകയാണെങ്കിലും ബൈക്കുമ്മ പോവുകയാണെങ്കിലും ബസ്സിൽ പോവുകയാണെങ്കിലും ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഉള്ളു വല്ലാണ്ട് കാണില്ല. മറ്റേതൊക്കെ ആകെ 2-3 നാരാണ് ഉണ്ടതിന്. അതിങ്ങനെ പാറിപ്പോയാൽ ഫുള്ള് ഉള്ളു കണ്ട് മുട്ട കാണുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ അത്യാവശ്യം നല്ല ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നിന്ന് എടുത്ത ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് നല്ല ഫില്ലായിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ചെറിയൊരു കുത്തുണ്ട് ചെറിയത്. അത് നല്ലോണം എടുത്ത് നല്ല നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് കാണാൻ സാധിക്കും. അത് മുറിഞ്ഞ് നല്ലോണം ഉണങ്ങുമ്പോൾ പോകുമെന്ന് വിചാരിക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ല ബാക്കിൽ നിന്ന് മുടി എടുത്തതാണെന്നുള്ളത്. പിന്നെ എൻ്റെ ഡോണർ ഏരിയ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ താടിയുടെ ഭാഗമായിരുന്നു കേട്ടോ. താടിയുടെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഡോട്ടുകൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഫസ്റ്റത്തെ വീഡിയോയിലൊക്കെ നല്ല രീതിയിൽ മുറിയായിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്ത ടൈമിൽ. ഇപ്പോൾ അതൊക്കെ കുറഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ചെറിയ ഡോട്ടുകളായിട്ടുണ്ട്. പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. നമ്മൾ അടുത്തുനിന്ന് വന്നിട്ട് നമ്മൾ ഇതിനായിട്ട് സൂക്ഷിച്ച് നോക്കുമല്ലോ, അപ്പോൾ നമുക്ക് മനസ്സിലാവും താടിയിൽ നിന്ന് ഇവിടെ എടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ ചെറിയ കുത്തുണ്ട്. അത് ഇനി മുഴുവനായിട്ട് പോകുമെന്നാണ് പറഞ്ഞത്. ചെറിയ മുറിയാണല്ലോ, നമുക്ക് മുറിയുടെ അടയാളം ഫുള്ളായിട്ട് പോയിട്ട് ഫില്ലായി വരും എന്നാണ് പറഞ്ഞത്. കുറച്ച് സമയം എടുക്കും, പ്രശ്നമില്ല. എന്നാലും ഇപ്പോൾ ഒന്നും കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. അതിൻ്റെ ഇടയിൽ നല്ല വൃത്തിക്ക് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ മുടിയുടെ ചുരുൾച്ച ഞാൻ പറഞ്ഞിരുന്നു. ഈ ഫ്രണ്ട് ഹെയർ ഞാൻ വെച്ച ഭാഗത്തൊക്കെ ചുരുണ്ടിട്ടാണ് മുടി വരുന്നത്. അപ്പോൾ ചീവി വെക്കുമ്പോൾ നേരെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ എണീക്കുന്ന സമയത്താണ് ഫുള്ള് ചുരുണ്ടിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് മാറും തന്നെയാണ് പ്രതീക്ഷ. ഡോക്ടർ എന്നോട് പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് റെഡി ആകുമ്പോൾ അത് മാറിപ്പോകുന്നു. അത് മാറുന്ന എനിക്ക് തോന്നാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിലൊരു ഇൻ്റർവ്യൂ ഇട്ടിരുന്നു, ഒരു 1.5 വർഷം അയാളെ റിവ്യൂ. അപ്പോൾ അയാളെ മുടി ഞാൻ നോക്കിയപ്പോൾ മൂപ്പരെ ബാക്കും ഏകദേശം എന്നെ പോലെ തന്നെ നല്ല സ്ട്രൈറ്റായിട്ട് നിൽക്കുന്ന മുടിയാണ്. അപ്പോൾ മൂപ്പര് ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നല്ല നൈസിൽ ബാക്കത്തെ മുടിയും ഫ്രണ്ടത്തെ മുടിയും മനസ്സിലാകാത്ത രീതിയിൽ തന്നെ ചീവി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് സ്ട്രൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ വെട്ടി റെഡിയായി വരുന്ന മുടികൾ ഇനി സ്ട്രൈറ്റായിട്ട് എൻ്റെ പഴയ പോലെ തന്നെ വരുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 2 പോർഷനും വേറെ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അത് മനസ്സിലാവും അത് മുടി വെച്ചത് ഏതാണെന്നുള്ളത്. കാരണം അത് ചുരുൾച്ച കൊണ്ടിട്ടോ, അല്ലാതെ മനസ്സിലാവുന്നില്ല. അപ്പോൾ അത്രയൊക്കെയാണ് റിസൾട്ട് എന്ന് പറയുന്നത്.
ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒക്കെ അടിപൊളിയായിട്ട് ഉള്ളും തന്നെ അത്യാവശ്യം കവറായിട്ട് മുടി വെച്ചതാണെന്ന് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുക വെച്ചാൽ ഈ ഫ്രണ്ട് ഹെയർ ലൈൻ ഇങ്ങനെ പൊക്കി പിടിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അറിയുന്നവർക്ക് ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും ഹെയർ ലൈൻ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാലും നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടാൽ കുറേ ആൾക്കാരൊന്നും പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. നമ്മൾ ചിലപ്പോൾ സംസാരത്തിനിടയിലൊക്കെ മുടി വെച്ചാന്ന് പറയുമ്പോഴാണ് സൂക്ഷിച്ച് നോക്കിയിട്ട് അവർ പറയും അത് മുടി വെച്ചതാണ്. ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതുകൊണ്ടില്ല. സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ വെച്ചാൽ ഒന്നുമില്ല. ഇപ്പോൾ ഒരു ജലദോഷം പിടിച്ചാണ്, അതിപ്പോൾ ഈ തണുപ്പത്ത് ഓടിയാണ്. അല്ലാതെ വേറെ ഈ ട്രാൻസ്പ്ലാന്റേഷനെ കൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ വെച്ചാൽ ഒന്നുമില്ല. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള വെച്ചാൽ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ അങ്ങനെ ന്യൂസ് കണ്ടു, ഈ കൊച്ചി കോഴിക്കോട് ഭാഗത്തൊക്കെ ഭയങ്കര തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്ക് തിരഞ്ഞെടുക്കുമ്പോൾ എന്തായാലും റിസൾട്ട് നിങ്ങൾ നോക്കണം. ആ ഒരു ക്ലിനിക്കിൽ ചെയ്ത ആൾക്കാരുടെ റിസൾട്ട് നോക്കിയിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. കാരണം നമ്മളെ തലയാണ് വെക്കുന്നത് മാത്രമല്ല, നമ്മളൊരു ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രാഫ്റ്റ് നമുക്ക് കിട്ടണില്ല. ആൾറെഡി നമുക്ക് കുറഞ്ഞ പോർഷനെ ഗ്രാഫ്റ്റ് എടുക്കാൻ കിട്ടുള്ളൂ. നമുക്ക് അത്യാവശ്യം കൂടി പോയിട്ടുണ്ടാവും. നല്ല രീതിയിൽ തന്നെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ക്ലിനിക്കുകൾ തിരഞ്ഞെടുക്കുക ഏതാണെങ്കിലും. ഇതൊരു സൗന്ദര്യവർദ്ധക ചികിത്സ ആയതുകൊണ്ട് തന്നെ കുറേ അധികം ക്ലിനിക്കുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദിവസം പ്രതി പല റേറ്റിൽ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, പല ഓഫേഴ്സ് പറഞ്ഞുകൊണ്ട് എനിക്ക് കുറേ മെസ്സേജിൽ ഇങ്ങനെ നിശ്ചൽ വരുമ്പോൾ പല ക്ലിനിക്കൊന്നും ചെയ്ത അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയലുണ്ട്. കുറേ നല്ലതാണ്, കുറേ മോശം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്കിലും നിങ്ങൾ നല്ല രീതിക്ക് സെർച്ച് ചെയ്തിട്ട് തന്നെ ക്ലിനിക്ക് തിരഞ്ഞെടുക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ആരും പേടിക്കണ്ട. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തൊരു വ്യക്തി എന്നുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യം ഇതുകൊണ്ടില്ല. ഇനിയും നിങ്ങളിങ്ങനെ മുടി ഇല്ലാത്തത് കാരണം സങ്കടപ്പെട്ട് ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. മുടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നടക്കാം, സാധാരണ പോലെ കുളിക്കുക, എല്ലാം ചെയ്യാം, ഒന്നും പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. ആ ഫസ്റ്റത്തെ ഒരു 2 മാസത്തോളം നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നീടും കെയർ ചെയ്യണം. നമ്മൾ സാധാരണ മുടി പോലെ തന്നെ കെയർ ചെയ്യണം. വെള്ളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഉപ്പ് വെള്ളം കൊണ്ടൊന്നും കഴുകാതെ നല്ല വെള്ളം കൊണ്ട് കഴുകുക. അങ്ങനെയൊക്കെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാലാകാലം മുടി നിൽക്കും. പിന്നെ വെള്ളത്തിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ നോമ്പ് കാലമാണ്, നോമ്പായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പിലച്ചയ്ക്ക് നല്ല വെള്ളം കുടിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം വെള്ളത്തിൻ്റെ കുറവുണ്ടായ ശരീരത്തിന് മൊത്തം പ്രശ്നം ഉണ്ടാവും, അത് മുടിക്കും നല്ലോണം ബാധിക്കും. അത് അന്നേ പറഞ്ഞിരുന്നു, എനിക്ക് ബാക്കിലൊക്കെ പിമ്പിൾസ് വന്നിരുന്നു ആ ഒരു ചെയ്ത സമയത്തൊക്കെ. അപ്പോഴത്തൊക്കെ വെള്ളത്തിൻ്റെ കുറവാണെന്ന് പറഞ്ഞത്. അപ്പോൾ വെള്ളം ഇപ്പോൾ നല്ലോണം കുടിക്കാറുണ്ട് ഞാൻ. പിലച്ചയ്ക്ക് നീച്ചാൽ നല്ലോണം വെള്ളം കുടിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ക്ഷീണം കാര്യങ്ങളും പിന്നെ നോമ്പിൻ്റെ ഉണ്ട്. വേറെ മുടിക്ക് യാതൊരു പ്രശ്നമില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ റിസൾട്ടിൽ പറയാനുള്ളത്. അപ്പോൾ എൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ 8 മാസത്തെ റിസൾട്ടാണിത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.